ഒബ്ജക്റ്റീവായിട്ട് ഇപ്പോൾ ഇസ്ലാം മതം വളർത്തുന്നതിന് വേണ്ടി, ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുന്നത്ര ഹിന്ദു വിമണെ അട്രാക്റ്റ് ചെയ്ത് മുസ്ലിമാക്കുക. മുസ്ലിം വിമണിനെ ഏതെങ്കിലും ഹിന്ദു അല്ലെങ്കിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ആണുങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക. ഇത് അന്നത്തെ പോളിസിയാണ്. 96-97 കാര്യത്തെ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ മുസ്ലിം സ്ത്രീകളായിട്ട് അടുപ്പമുണ്ടായിരുന്നവരാണ് ഈ കൊല്ലപ്പെട്ട എല്ലാവരുടെയും ബേസിക് റീസൺ അത് തന്നെയാണ്. അന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഇത് സേതാലുവെ നമ്മൾ ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ എല്ലാം കിട്ടിയെങ്കിലും അയാൾ ഞങ്ങൾ കിട്ടുന്നതിന് മുന്നേ അയാൾ ബഹ്റൈനിലേക്ക് പോയി. ബഹ്റൈനിൽ ഞങ്ങൾ എടുക്കാൻ നോക്കിയാൽ ബഹ്റൈനിൽ നിന്ന് പാകിസ്ഥാനിൽ പോയായിരുന്നു. അതുമാത്രമാണ് എനിക്ക് പിന്നെ അയാളെ പറ്റി യാതൊരു ഇൻഫർമേഷൻ എനിക്ക് പിന്നെ കഴിഞ്ഞില്ല. ബഹ്റൈനിൽ നിന്ന് വരെ പോയി നമ്മൾ അത് ബഹ്റൈനിൽ നിന്ന് അയാൾ പാകിസ്ഥാനിൽ പോയിട്ടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് അങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കുന്ന കുറേയധികം ആ സമയത്ത് ക്രൈംബ്രാഞ്ചിൽ അന്ന് ആക്ച്വലി